അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്ത് കേരളത്തിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? SFIയുടെ അന്നത്തെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായ MK വാസുദേവനാണ് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട് തികയുമ്പോൾ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് വാസുവേട്ടൻ. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി വാസുവേട്ടനുമായി സംസാരിച്ചു. അതിലേക്ക്. ഇന്ന് അടിയന്തരാവസ്ഥയ്ക്ക് 50 വയസ്സ് തികയുകയാണ്. അടിയന്തരാവസ്ഥയിൽ സംസ്ഥാനത്ത് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോടൊപ്പമാണ് ഞാനുള്ളത്. അന്നത്തെ SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും SFI എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന NK വാസുദേവൻ. വാസുദേവൻ, ഇന്ന് അടിയന്തരാവസ്ഥയ്ക്ക് 50 വയസ്സാകുന്നു. എന്ത് തോന്നുന്നു ഈ ഘട്ടത്തിൽ? അന്ന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അനുഭവമായിരുന്നു അത്. അടിയന്തരാവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടില്ല. കാര്യം ഏതാണ്ട് സ്വതന്ത്രമായൊരു ലോകത്ത് സ്വതന്ത്രമായ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ അന്ന് അടിയന്തരാവസ്ഥ ഉച്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ വാർത്ത പരക്കുന്നത്. അന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേക എഡിഷൻ വന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ ആയിരിക്കുന്നു, ഇന്ന ആൾക്കാരൊക്കെ ഹൗസ് അറസ്റ്റിലായിരിക്കുന്നു, എല്ലാവിധ പൗരസ്വാതന്ത്ര്യങ്ങളും സംഘടനാ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളും ജനാധിപത്യ അവകാശങ്ങളും എല്ലാം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. കോളേജുകളിൽ നിന്നെല്ലാം കുട്ടികളെല്ലാം ഇറങ്ങി വന്നു. അന്ന് വിശ്വനാഥ മേനോൻ MP ആണെന്ന്. അദ്ദേഹം അന്ന് കൊച്ചിയിലുണ്ടായിരുന്നു. എറണാകുളത്തുള്ള കാനൻ ഷെഡ് റോഡിലുള്ള മാരുതി ഹോട്ടലിന് എതിർവശത്തുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ അവിടെ ഞങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് എറണാകുളം നഗരം ചുറ്റി പ്രകടനം നടത്തി. ബോട്ട് ജെട്ടിയിൽ വന്ന് അത് പ്രകടനം അവസാനിക്കുകയാണ്. അപ്പോൾ എന്നെ വലിയ നേതാവെന്ന നിലയ്ക്ക് അവർക്കൊരു വലിയ ആളെ കിട്ടിയ പോലെ പിടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ CA എന്നോട് അകത്തേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, വേറൊന്നും വിചാരിക്കരുത്, തൽക്കാലം ഞാൻ ജയിലിൽ ലോക്കപ്പിലിടുക, അല്ലെ നിങ്ങളെ തല്ലി അവർ പന്നാസാക്കും. അവൻ ഭയങ്കര മർദ്ദവീരനാന്ന് പറഞ്ഞ്, തലശ്ശേരിക്കാരനാണ്. അങ്ങനെ 2 ആഴ്ചയോളം കിടക്കേണ്ടി വന്നു. അങ്ങനെ 2 ആഴ്ച. പക്ഷേ ഈ സമയത്ത് തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട കുറേ ആൾക്കാരെ, G സുധാകരൻ, പിന്നെ MA ബേബി ഉൾപ്പെടെ ഒരു വലിയ ടീം 26 പേരുണ്ടായിരുന്നു. MB ജയകുമാറിൽ എല്ലാം വലിയ സ്റ്റേറ്റ് നേതാക്കന്മാരാണ്. ഇവരെ അറസ്റ്റ് ചെയ്തതിനെതിരായിട്ട് ഹൈക്കോടതിയിലൊരു പെറ്റീഷൻ വന്നു. MM ചെറിയാനായിരുന്നു അത് ഹാജരായത്. പിന്നെ ബാക്കി പ്രവർത്തനങ്ങളെല്ലാം അപ്പോഴത്തേക്കും കോടിയേരി അകത്ത് പോയി. പിന്നെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിലയ്ക്ക് ആക്ടിംഗ് സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് അതാണ്. പിന്നീടുള്ള ഒരു അടിയന്തരാവസ്ഥയുടെ കാലം എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഈ ഒരു അടിയന്തരാവസ്ഥയിൽ നമ്മളാരും നേരിൽ കണ്ടിട്ടില്ല, അനുഭവിച്ചൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും സംസ്ഥാനത്തെ ആദ്യ അറസ്റ്റ് വരിച്ച ഒരാൾ കൂടിയാണ് വാസുദേവൻ. എറണാകുളത്ത് കാക്കനാടാണ് ഇപ്പോൾ താമസിക്കുന്നത്.